സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവെ അങ്ങ് സ്തുതിക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാവെ അങ്ങ് സ്തുതിക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാവെ അങ്ങ് സ്തുതിക്കുന്ന ദൈവമേ. അങ്ങയുടെ അസാധാരണമായ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം. കർത്താവെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പാ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ വാതിലുകൾ തുറക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രം സ്തോത്രം. ഈ ലൈവിലൂടെ, ഫേസ്ബുക്ക് ലൈവിലൂടെ, റോസ് ഫാമിലി ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ല കർത്തുദാസന്മാർക്കും ദാസിമാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സുവിശേഷം ഈ ഫേസ്ബുക്ക് ലൈവിൽ റോസ് ഫാമിലിയിൽ അടിയനും ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം തന്ന അനുഭവങ്ങൾക്കായി നന്ദി പറയുന്നു. ഇതിന്റെ അഡ്മിനായിരിക്കുന്ന റോസ്ലിൻ ആൻറ്റി, എല്ലാ നല്ല കർത്തുദാസിമാർക്കും എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കട്ടെ. ഞാൻ മുഖവരെയൊന്നും പറഞ്ഞ് കൂടുതൽ സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഏൽപ്പിച്ച സമയം തിരക്കുകൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പാദപീഠത്തിൽ അല്പസമയം നിങ്ങളുമായി ഫേസ്ബുക്കിൽ ഇങ്ങനെ നിൽക്കുവാൻ ദൈവം സഹായിച്ചതിനായി നന്ദി പറയുന്നു. വീണ്ടും ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരം നമുക്ക് വേണ്ടി ചലിക്കപ്പെടട്ടെ. പാരിൽ പാർക്കുമൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി, കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വാഹിച്ചിടും. പാരിൽ പാർക്കുമൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി, കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വാഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ. ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേൽ, എനിക്കായി പിളർന്ന പാറമേൽ. വൻതീരകേളലറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ, വൻതീരകേളലറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ, എൻ പാടകിൽ ഏകനായി ആശയറ്റെന്നു തോന്നുമ്പോൾ, ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി വൈദ്യനായ ലൂക്കോസ് എഴുതിയ അതിന്റെ 7:11 മുതൽ ഇങ്ങനെ വായിക്കുന്നു. പിറ്റേന്നാൾ അവർ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരം കൂടി പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു. അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാലക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു. എല്ലാവരും ഭയം പിടിച്ച്, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തിനെ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ച് അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. നമ്മൾ വായിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ പറയുന്നു. കർത്താവിന്റെ ഈ ഐഹിക കാലത്തെ ഈ ലോകത്തെ ശുശ്രൂഷയിൽ
യേശു നയീൻ എന്ന പട്ടണത്തിന്റെ വാതിക്കലേക്ക് പോകുമ്പോൾ നടക്കുന്ന സംഭവമാണ് നമ്മൾ ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇവിടെ പറയുന്നത്. അതായത് ലൂക്കോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിറ്റേന്നാൾ യേശു നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരും വളരെ പുരുഷാരം കൂടി പോയി. അതായത് അങ്ങനെ പോകുന്ന സമയത്ത് അവൻ പട്ടണത്തിന്റെ വാതിക്കൽ അടുത്തപ്പോൾ മരിച്ച ഒരുത്തനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവന്റെ അമ്മയ്ക്ക് അവൻ ഏകജാതനായ പുത്രൻ. പ്രിയ ദൈവമക്കളെ, യേശുവിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു വേറിട്ട ശുശ്രൂഷയാണ്. ഈ ലോകത്ത് പല മത നേതാക്കന്മാരും ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്, ഇല്ലേ? പക്ഷെ അവർ മരിച്ച് അടക്കപ്പെട്ടു. പക്ഷെ അവർ ഉയർത്തെഴുന്നേറ്റ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ യേശു എന്ന് പറഞ്ഞാൽ, യേശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യേശു ദൈവപുത്രനായിരുന്നു. യേശു ദൈവപുത്രനാകുന്നതോടൊപ്പം അവൻ മനുഷ്യപുത്രനുമായിരുന്നു. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സകല വേദനകളും പാപമൊഴികെ സകലത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തുല്യമായി പരീക്ഷിക്കപ്പെട്ടിരുന്നു. എന്ന് വെച്ചാൽ പാപം അവന് ചെയ്യാൻ പറ്റത്തില്ല. അവന് പാപത്തിന്റെ വിത്ത് അവനിൽ വാസം ചെയ്യുന്നില്ല. ആ ദൈവപുത്രനായ യേശുവാണ് നയീൻ എന്ന പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു അമ്മയ്ക്ക് ഏകജാതനായ ഒരുത്തനെ, മരിച്ചവനെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മൾ അകപ്പെടുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ കൂടെ നമ്മളും കരയും, അത്രേ പറ്റൂ. നമ്മളും കരയും, ചിലപ്പോൾ എന്തെങ്കിലും ആശ്വാസവാക്ക് അവരോട് പറയുമായിരിക്കാം. പക്ഷെ കർത്താവിന് അവനോട് മനസ്സലിക മാത്രമല്ല, യേശു അവനോട് മനസ്സലിഞ്ഞു. യേശുവിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതര ശുശ്രൂഷ. യേശു ചിന്നിയവര്, ചിതറിയവര്, തകർന്നവര്, ഇങ്ങനെയുള്ളവരുടെ അടുത്താണ് യേശുവിന്റെ ശുശ്രൂഷ ദൈവം ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയാമോ, ദെക്കപ്പൊലി നാട്ടിൽ ഒരു ഭൂതഗ്രസ്തൻ ലെഗിയോൻ ബാധിച്ചിരുന്നവനെ കർത്താവ് അവനെ സൗഖ്യമാക്കി. കർത്താവ് അവന്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ചിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ കൂടെ പോരട്ടെ എന്ന്. യേശു അന്നേരം എന്താ പറഞ്ഞത്? വേണ്ട, നീ പോരണ്ട. കാരണം എന്ന് ചോദിച്ചാൽ അവനൊരു അമ്മയുണ്ട്, അവനൊരു അപ്പനുണ്ട്, അവന് ബന്ധുക്കാരുണ്ട്. ഇപ്പൊ ഇവൻ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാര്യമില്ലാതായി പോകും. യേശു അന്നേരം അവനോട് പറയുന്ന ഒരു കാര്യം, നീ കാര്യം ചെയ്യ്, നീ എന്നെ അനുഗമിക്കണ്ട. പക്ഷെ നീ ചെയ്യേണ്ട കാര്യമെന്ന് ചോദിച്ചാൽ നിന്റെ ദേശത്ത്, നിന്റെ ചാർച്ചക്കാരുടെ മധ്യേ നീ പോയിട്ട് എന്റെ സാക്ഷിയാകുകയും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആയിരിക്കുന്ന പ്രൊഫഷൻ, നമ്മൾ എല്ലാവരെയും ദൈവം മുഴുവൻ സമയം ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ടാകില്ല. പത്രോസിന്റെ അടുത്ത് പറയും. പക്ഷെ ഈ കാര്യം ദൈവം പത്രോസിന്റെ അടുത്തൊന്നും പറയുന്നില്ല. ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സകലതും വിട്ട് എന്നെ അനുഗമിപ്പീൻ. അങ്ങനെയാണ് ദൈവം അവരോട് പറഞ്ഞത്. എന്നാൽ ഈ ലെഗിയോൻ ബാധിച്ച ഇവനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിനോട് ചോദിച്ചു, യേശുവെ, ഞാനും നിന്നെ അനുഗമിക്കട്ടെ എന്ന്. നേരെ യേശു പറഞ്ഞു, വേണ്ട, നീ പോയി നിന്റെ ഭവനത്തിലുള്ളവർക്ക് നിന്നെ തന്നെ ഒരു അത്ഭുതമാകുക. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കി, ആത്മാവ് വ്യക്തമായിട്ട് വിവേചിച്ചുകൊണ്ട് ഒരു ദൂത് പറയുന്നു, നമ്മൾ ഇന്ന് നമ്മുടെ ഭവനത്തിലായിരിക്കുന്നത് പലർക്കും ഒരു സാക്ഷ്യമല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ ഒരു സാക്ഷ്യമല്ലേ? അങ്ങനെയെങ്കിൽ അതുപോലെയാണ് ആ ലെഗിയോൻ ബാധിച്ച് അവനോട് പറഞ്ഞ, നീ പോയി നിന്റെ ദെക്കപ്പൊലി ദേശം മൊത്തം അവ സുവിശേഷീകരിച്ച്. അങ്ങനെയെങ്കിൽ നമ്മുടെ മേലൊരു ദൗത്യം ദൈവം നമ്മുടെ മേൽ കൈമാറിയിട്ടുണ്ട്. നമ്മൾ കർത്താവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വിടുതൽ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് മറുപടി കൊടുക്കുന്നു, ദൈവത്തിനെ എങ്ങനെ സേവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും അത്യാവശ്യകരമാണ്. ഞാൻ പറഞ്ഞു വന്നത്, യേശു മനസ്സലിയുന്ന ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ് യേശു കർത്താവ്. ആ നയീൻ എന്ന ആ വിധവയുടെ കൂടെ കരയാൻ ഒത്തിരി പേരുണ്ട്, ഇല്ലേ? ആ പട്ടണം മൊത്തം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ടെങ്കിൽ അതിനെ ഊതിപ്പെരപ്പിച്ച് വലുതാക്കുവാനാണ് ആൾക്കാർ നോക്കുന്നത്. ഈ കാലഘട്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ, ജനങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മളെ വിമർശിക്കുകയും നമ്മളോട് എതിര് സംസാരിക്കുകയും നമ്മളെ അതിൽ കൂടുതൽ നിരാശപ്പെടുത്തുന്ന വ്യക്തികളാണ് ഈ കാലഘട്ടങ്ങളിലും ജനങ്ങൾ. കാരണം എന്ന് വെച്ചാൽ, ഇയ്യോബിന്റെ കൂടെ വന്ന സഹോദരന്മാര് ഇയ്യോബിന്റെ രോഗവിവരം അറിയാൻ വന്നവര് അവനെ ആശ്വസിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവരെ വ്യസനിപ്പിക്കുകയാണ് ചെയ്തത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ലോകത്ത് ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ വിചാരിക്കേണ്ടി ഒരിക്കലും നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ നോക്കരുത്. മനുഷ്യന്മാർക്ക് ഒരിക്കലും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് ഒരു നല്ല വാക്ക് നമ്മൾ ആഗ്രഹിക്കരുത്.
അങ്ങനെയെങ്കിൽ സർവ സമാധാനത്തിന്റെയും പ്രഭുവായ കർത്താവിന്റെ അരിക്കൽ വന്നാൽ അതാ യേശു പറയുന്ന നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുകയും ഞാൻ നിന്നെ പുലർത്താമെന്ന്. അങ്ങനെയെങ്കിൽ ഈ ദേശത്ത് ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ പുലർത്തുവാനും നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ കരുതുവാനുമുള്ള ഏക വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ വേറെ എങ്ങും ഒരു ആശ്വാസം നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ സ്വന്തം മക്കളിൽ നിന്ന് പോലുമോ നമ്മുടെ ഭർത്താവിൽ കൂടിയോ അമ്മയിൽ കൂടിയോ സഹോദരന്മാർ ആരും നമ്മളെ ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ അവർ ആശ്വസിപ്പിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. പക്ഷേ ഈ നഷ്ടപ്പെട്ട വിധവയ്ക്ക് ആ ഏകജാതനായ പുത്രനായിരുന്നു. ഒരു ഭവനത്തിന്റെ, അതായത് വിധവയായാൽ തന്റെ ഭർത്താവ് മരിച്ചുപോയ സമയത്ത് ആ വീടിന്റെ സകല ഉത്തരവാദിത്തങ്ങളും എടുത്ത് ചെയ്യേണ്ടിയ തലമുറയാണ് ഇന്ന് മരിച്ചവനായി കിടക്കുന്നത്. അതാണ് കുറെ പേര് അവനെ ആ മരണം എന്ന ആ അവസ്ഥയിൽ കൂടി ആൾക്കാർ അവനെ കൊണ്ടുപോവുകയാണ്. അന്നേരമാണ് യേശു അവിടെ വന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ കാണേണ്ടിയ രീതിയിൽ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ ഏത് അവസ്ഥയാണെങ്കിലും ദൈവം സൗഖ്യമാക്കും. മരിച്ച അവസ്ഥകളെ ദൈവം ഉയർപ്പിക്കും. അതിനെന്ത് വേണം? ഈ കാണേണ്ടി പോലെ നമ്മൾ കർത്താവിനെ കാണണം. യേശുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, യേശു മനസ്സലിയുന്ന ദൈവമാണ്. യേശു നയീന്റെ വിധവയുടെ മകനെ കണ്ടിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്കുക, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എഴുന്നേൽക്കുക. യേശുവിന്റെ മേൽ അത്രയ്ക്കും ഒരു അതോറിറ്റി ഉണ്ട്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അധികാരം യേശുവിന്റെ മേൽ കിടപ്പുണ്ട്. ഗ്രീക്ക് വാക്കിൽ ഈ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്യൂസിയ എന്നാണ് പറയുന്നത്. എക്സ്യൂസിയ എന്ന് പറഞ്ഞാൽ അത് അതോറിറ്റിയാണ്. യേശു എവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ, എവിടെ ദൈവത്തിന്റെ രാജ്യം അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ടോ, അവിടെ എല്ലാം യേശുവിൽ വ്യാപരിച്ച ഒരു അധികാരമുണ്ട്. അതൊരു അസാധാരണ മേഖലയാണ് അധികാരം. അതായത് യേശു 40 ദിവസത്തോളം യോർദാന്റെ കലക്കവെള്ളത്തിൽ യേശു സ്നാനമേറ്റ് കയറി പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവനെ 40 ദിവസം ഉപവസിക്കുവാൻ അവനെ കൊണ്ടുപോയി. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ എവിടെന്നെങ്കിലും ദൈവം നമ്മളെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് തിരിക്കുന്നെങ്കിൽ അതിന്റെ പുറവിൽ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. നീയും ദൈവമായിട്ട് ഏതാനും ദിവസങ്ങൾ നിന്റെ സകല തിരക്കുകളും മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയും ഉപവസിക്കേണ്ടിയും ഏറ്റവും അത്യാവശ്യകരമാണ്. യേശു ഉപവസിച്ചതിന് ശേഷം യേശു പിശാചിന്റെ പരീക്ഷകളെ ജയിച്ചതിന് ശേഷം ആത്മാവിന്റെ ശക്തിയോടെ തിരിച്ചു വന്നു. അതിനുശേഷം യേശു രാത്രിയുടെ യാമങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ദൈവം പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുവാൻ ഇടയാകുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ അധികാരം അവന്റെ മേൽ വെളിപ്പെടൂ. പ്രിയ ദൈവമക്കളെ, നമ്മൾ സുവിശേഷ വേലയിൽ ആയിരിക്കുമ്പോഴും നമ്മൾ കർത്താവിന്റെ വേലയിൽ ആഭൃതനായി വരുമ്പോഴും നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എത്രത്തോളം ദൈവസന്നിധി നമ്മുടെ സമയങ്ങളെ സ്പെൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് പ്രാർത്ഥന വേണം, ഉപവാസം വേണം, കൂട്ടായ്മ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതം ജയോത്സവകരമായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതാണ് വചനം ഇങ്ങനെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എന്നോടടുത്ത് വരുവീൻ. ശിഷ്യന്മാര് ഒരിക്കൽ ഒരു ഊമനായ ഭൂതത്തെ അവർക്ക് പുറത്താക്കാൻ പറ്റിയില്ല. അന്നേരം അവൻ യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, യേശുവെ, ഞങ്ങൾക്ക് എന്താ ഇത് പറ്റാഞ്ഞ? അന്നേരം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഉപവാസത്തിനാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. അങ്ങനെയെങ്കിൽ എവിടെ ഒരു വ്യക്തി ഉപവസിച്ചിട്ടുണ്ടോ, ഒരു വ്യക്തി എവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവൻ മുട്ടുമടക്കിയിട്ടുണ്ടോ, അവിടെ ദൈവകരം ചലിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ ചലിക്കാത്ത, ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആവാത്ത ചില വാതിലുകൾ എങ്ങനെ ഓപ്പൺ ആക്കി തീർക്കാമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് മാത്രമേ പറ്റൂ. കാരണമെന്ന് ചോദിച്ചാൽ ദാനിയേല് 21 ദിവസം ഉപവസിച്ചു. പക്ഷേ അവന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അവന്റെ ഉള്ള മറുപടി അവന്റെ മേൽ വന്നു. പക്ഷേ ഈ അന്ധകാര മണ്ഡലമായ ആ പാഴ്സി പ്രഭു അവന്റെ മറുപടിയെ തടഞ്ഞു വെച്ചു. അന്നേരം നമ്മൾ എത്രത്തോളം ആത്മാവിൽ പ്രാർത്ഥിക്കണം, എത്രത്തോളം ആത്മാവിൽ ജാഗരിക്കണമെന്ന് ഈ വൈകുന്നേരമായ സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കർത്തൃദാസൻ എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിച്ച് ദൂത് പറയുകയാണ്. നിങ്ങൾ എത്രത്തോളം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരായി മാറണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പല മറുപടികളും നമ്മുടെ കരത്തിൽ വരാത്തതിന് കാരണം എന്താ?
അത് നമ്മളല്ല അതിന് കാരണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഒരു അദൃശ്യ മണ്ഡലത്തിൽ പിശാച് നമ്മുടെ മറുപടികളെ ബ്ലോക്കാക്കി, എവിടെയോ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ സാമ്പത്തിക നന്മകളെ ആയിരിക്കാം, ചിലപ്പോൾ നിന്റെ കുട്ടിയുടെ, നിങ്ങളുടെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന്റെ മറുപടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരേണ്ടിയ അവകാശങ്ങളായിരിക്കാം, നന്മകളായിരിക്കാം. ഇതൊക്കെ എവിടെങ്കിലും ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ അന്ധകാര മണ്ഡലമാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ആധിപത്യത്തിൽ കിടക്കുന്ന ലോകമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ നമ്മൾ വേർപെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ മേൽ എന്തെങ്കിലും പ്രതികൂലങ്ങളോ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ വാസ്തവമായി മാറി സഞ്ചരിക്കുമെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ഒരു ഒറ്റപ്പിടിയിൽ അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ പോകുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് വെച്ചാൽ നമ്മൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമുണ്ട്. യേശു അതാ പറഞ്ഞ, പ്രാർത്ഥനയാലും ഉപവാസത്തിനാലും അല്ലാതെ ഈ ജാതി ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, ഞാൻ ദൈവപുത്രനായ അങ്ങയ്ക്ക് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ബലഹീനരും അശക്തരുമായ ഞങ്ങൾ എത്രയധികം നിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കണമെന്ന് നമ്മൾ ഓരോ ദിവസം ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യകരമായ സംഭവം തന്നെയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ യേശുവിന്റെ ശുശ്രൂഷ എന്തൊരു സൗമ്യതയോടെയാണ് അവൻ ശുശ്രൂഷിച്ചത്, എന്തൊരു ദൈവ പരിജ്ഞാനത്തോടു കൂടെയാണ് അവൻ ശുശ്രൂഷിച്ചത്. കാരണം എന്ന് ചോദിച്ചാൽ, ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് യേശു ഒറ്റ വാക്കേ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. ഇങ്ങനെയാണ്, പിതാവേ, ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും ഇപ്പോഴും നീ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് നോക്കിയേ ആ വാക്കുകൾ, ദൈവത്തിന്റെ വാക്കുകൾ. അന്നേരമാണ് ദൈവം പറഞ്ഞത് ലാസറെ പുറത്തു വരിക എന്ന്. ദൈവത്തിന്റെ അതോറിറ്റിയാണ് അവിടെ വെളിപ്പെടുത്തിയത്. ആ യേശുവിന്റെ അതോറിറ്റി അവിടെ വെളിപ്പെടുത്തിയപ്പോൾ ലാസർ, നാറ്റം വെച്ചിരുന്ന ലാസർ കല്ലറ വിട്ട് വെളിയിൽ ഇറങ്ങി വരുവാൻ സാധിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രതികൂല ഘട്ടങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നെങ്കിൽ ഇതേ അധികാരം നമ്മൾ ആ വിഷയത്തിന്മേൽ നമ്മൾ കൽപ്പിക്കണം. ദൈവം പറയുന്നുണ്ട്, നിങ്ങളുടെ വായ ഒരിക്കലും ശാപം പറയുവാൻ നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങളുടെ വായ ഒരിക്കലും ശാപം പറയാൻ അനുവദിക്കരുത്. ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ നാവിൽ തന്നെയാണ് ശാപവും അനുഗ്രഹവും ഇരിക്കുന്നത്, മരണം ഇരിക്കുന്നത്, അനുഗ്രഹവും മരണവും ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് എത്രത്തോളം അനുഗ്രഹത്തിന്റെ ആകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ വാക്കിന്മേൽ, നമ്മുടെ നാവിന്റെ മേൽ, നമ്മുടെ വാക്കിന്റെ മേൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും നമ്മളെ തന്നെ ശപിക്കരുത്. ഇയ്യോബ് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ ജനിച്ച നാളിനെയും പറ്റി ഇയ്യോബ് ഒത്തിരി ദൈവസന്നിധിയിൽ ഒത്തിരി പിറുപിറുക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവൻ ആ വിശ്വാസം തള്ളിക്കളയാൻ ഇടയായില്ല. അതുകൊണ്ട് ദൈവം അവന്റെ വിശ്വാസത്തിൽ പ്രവർത്തിച്ചു. പിശാച് ലജ്ജിച്ചു പോകാൻ ഇടയായി. പ്രിയ ദൈവമക്കളെ, ഈ സന്ധ്യാസമയത്ത് ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങൾ കേട്ട ഈ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ഉറച്ചു നിൽക്കുവാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അത് ഉറപ്പാണ്. നമ്മുടെ ദൈവത്തിന്റെ പേരെന്തെന്ന് അറിയാമോ? അവന്റെ പേര് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഈ ലോകത്ത് സമാധാനം തരാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാനും നിങ്ങൾ ഉയർത്തി കാണിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു മാത്രമാണ്. അവന്റെ നാമം മാത്രമേ ഉള്ളൂ. ഈ നാമം ഒരിക്കലും തകർന്ന നാമമല്ല. ഈ നാമം മരിച്ചവരെ ഉയർപ്പിച്ച നാമമാണ്. കുരുടരുടെ കണ്ണ് തുറപ്പിച്ച നാമമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ക്രിസ്തുവിന്റെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ ഒരു മനസാക്ഷി, അതായത് നമ്മൾ നിർമ്മല മനസാക്ഷിയോടെ വേണം ദൈവത്തെ സേവിക്കുവാൻ. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, പലരും ദൈവത്തെ സേവിക്കുന്നു, പക്ഷെ അവർ ക്രിസ്തുവിനെ അല്ല, ഇന്നും ക്രൂശിന് അവർ ശത്രുക്കളാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ഇന്നും അവർ ക്രൂശിന് ശത്രുക്കളാണ്. പക്ഷെ ദൈവം അവരെയും ദൈവം എന്തുകൊണ്ട് ദൈവം നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ ക്രൂശിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, കർത്താവ്, ഞാൻ എത്രത്തോളം നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ അവൈലബിൾ ആയിട്ടുണ്ട്. യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ
നമ്മുടെ മേൽ ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. അത് പിശാചിന് ഇല്ല ആ അധികാരം. കാരണമെന്ന് ചോദിച്ചാൽ പിശാചിന്റെ തലയെ യേശുക്രിസ്തു കാൽവറിയിൽ തകർത്തു മരണാധികാരി ആയിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ എന്നേക്കും ആ ഭീതി തീർത്തിട്ട് നമുക്ക് ഒരു ജയം ദൈവം തരുവാനിടയായി. അങ്ങനെയെങ്കിൽ ആ ഒരു ജയജീവിതം വേണം നമ്മൾ നയിക്കാൻ. ഒരിക്കലും നമ്മൾ പിശാചിന് അടിമപ്പെട്ടു പോകരുത്. ഈ ലോകത്തിനോ, പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, സകലത്തിലും എനിക്ക് കർത്തൃത്വമുണ്ട്, എങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നിനും ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്ന് ചോദിച്ചാൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ ലോകക്കാരെ പോലെ മാറിപ്പോവാൻ ഇടയാകരുത്. ലോകത്തിന്റെ ഒരു മ്ലേച്ഛതകളോ അല്ലെങ്കിൽ ലോകം കാണിക്കുന്ന ഒന്നും നമ്മളിലേക്ക് പകർത്തുവാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അതായത് ലോകക്കാർ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ നടക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ എനിക്ക് സഞ്ചരിക്കണം, അതുപോലെ ആകണം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണമെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെയാ ധരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും അത്യാവശ്യമാണ്. യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ പാപം തന്നെ നിങ്ങളിലും ഇരിക്കട്ടെ. യേശുവിന്റെ പാപം എന്താണ്? പീലാത്തോസിന്റെ മുമ്പിൽ പോലും നല്ല സ്വീകാര്യം മുറുകെ പിടിച്ച യേശുവിനെയാണ് നമ്മൾ മാതൃകയായി വെച്ചിരിക്കുന്നത്. ആ പീലാത്തോസിന്റെ മുമ്പിൽ പോലും അവൻ ഒന്നും വിട്ടു പറയാൻ ഇടയായില്ല. ഒരു വേണ്ടാത്ത വാക്ക് പോലും കർത്താവിന്റെ മുമ്പിൽ പറയാൻ ഇടയായില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മേൽ പിശാച് അവന്റെ ആവതാരിയിലുള്ള അസ്ത്രങ്ങൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ, അതായത് നമ്മുടെ സ്വസ്ഥതയെ കെടുത്തുമ്പോൾ, നമ്മൾ നമ്മുടെ ടെമ്പർ കളയുന്ന എന്തെങ്കിലും വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ, നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്ന് ദൈവം നോക്കും. അത് ഏറ്റവും അത്യാവശ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കാരണമെന്ന് ചോദിച്ചാൽ ഇയ്യോബ് ഇതെല്ലാം ദൈവം പറഞ്ഞ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്, പിശാച് നീ അവനെ പരീക്ഷിച്ചോ, പക്ഷെ അവൻ ഒരിക്കലും എന്നെ തള്ളി പറയത്തില്ല എന്നൊരു ഗ്യാരണ്ടി കർത്താവിനുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ സാഹചര്യത്തിൽ കൂടെ ഒക്കെ ഓരോന്ന് കടന്നു പോകുമ്പോഴും വിഷമസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ഗ്യാരണ്ടി ഉണ്ടായിരിക്കണം. അവൻ എന്റെ കർത്തൃദാസനാണ്, അല്ലെങ്കിൽ എന്റെ മകളാണ്, അവൻ എവിടം വരെ എത്ര പിശാച് അവനെ പരീക്ഷിച്ചാലും അവൻ തള്ളി പറയത്തില്ല, അല്ലെങ്കിൽ അവൻ വിട്ടുകളയത്തില്ല ഈ വിശ്വാസം എന്ന് പറയാൻ ഇടയാകണം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുള്ള പത്രോസ് പോലും ദൈവത്തെ തള്ളി പറഞ്ഞു, ഇല്ലേ? കാരണമെന്ന് ചോദിച്ചാൽ ആരും പറയാത്ത വെളിപ്പാടാണ് പത്രോസ് പറയാനിടയായത്. നീ ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തു ആകുന്നു. ഇതെല്ലാം പറഞ്ഞ പൗലോസ് അതിന്റെ ആ അധ്യായത്തിൽ തന്നെ പത്രോസ് യേശുവിനെ തള്ളി പറയാനിടയായി. പ്രിയ ദൈവമക്കളെ, എന്തെങ്കിലും ജ്ഞാനമോ എന്തെങ്കിലും അറിവോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ദൈവസന്നിധിയിൽ പൂർണ്ണരാവത്തില്ല. കാരണമെന്ന് ചോദിച്ചാൽ പത്രോസിന്റെ മേൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഗിഫ്റ്റ് അവന്റെ മേലുണ്ട്, പക്ഷെ അവൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ ഇടയായില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലെങ്കിൽ യേശു പ്രാർത്ഥിക്കാൻ പോയപ്പോ കൂടെ കൊണ്ടുപോയ ആരൊക്കെയാണ്? ഒന്ന് യോഹന്നാൻ, ഒന്ന് പത്രോസ്, ഒന്ന് യാക്കോബ്. ഈ 3 ശിഷ്യന്മാരെയാണ് യേശു കൂടെ കൊണ്ടുപോയത്. യേശു കൂടെ കൊണ്ടുപോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇവർ ഉറങ്ങുന്ന ഒരു വ്യക്തിത്വമായിരുന്നു, ഇവർ ഉറങ്ങിപ്പോകുകയായിരുന്നു. പക്ഷെ യേശു പ്രാർത്ഥിച്ചത് കൊണ്ട് യേശുവിന്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റി. പക്ഷെ ഒരു സ്ത്രീയുടെ മുമ്പിൽ പ്രാർത്ഥനാ ജീവിതമില്ലാത്ത പത്രോസ്, ഞാൻ അങ്ങനെ തന്നെ പറയാം, പ്രാർത്ഥനാ ജീവിതമില്ലാത്ത പത്രോസ്, എടുത്തുചാട്ടക്കാരനായ പത്രോസ് യേശുവിനെ തള്ളിപ്പറയാനിടയായി. പ്രിയ ദൈവമക്കളെ, ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെ ഒഴിച്ചു നിർത്തിയാൽ ഒന്നും നമുക്ക് നേടാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ലോകത്ത് എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും, എത്ര ബിസി ഷെഡ്യൂളാന്ന് പറഞ്ഞാലും, കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം ചെലവഴിക്കണം. നമ്മുടെ അപ്പനോട് നമ്മൾ സംസാരിക്കണം. അവൻ മനസ്സലിയുന്ന ദൈവമാണ്. നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു പുരുഷാരം അവളുടെ കൂടെ ആ മഞ്ചം കൊണ്ട് ഉരുട്ടിക്കൊണ്ട് പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മുടെ നിന്ദകളെ ചുമന്നുകൊണ്ട് പോകുവാൻ ഒരു കൂട്ടം ജനം നമ്മളുടെ കൂടെ ഉണ്ട്. അവര് പറയും, അവരിങ്ങനെ കൊണ്ടുപോകുന്നെങ്കിൽ അവരുടെ ഉള്ളിൽ സന്തോഷമാണ്. കാരണം അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടത് ആർക്ക്? ആ വിധവയ്ക്കാണ്. പക്ഷെ യേശു അധികാരത്തോടെ വിധവയെടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വിധവയുടെ മകനോട് ആ മഞ്ചത്തെ തൊട്ടിട്ട് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, എഴുന്നേൽക്കുക, ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ആരെങ്കിലും എന്നോട് പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് വിളിച്ച് പറയുന്നത്, ആരെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ നീ കുറച്ചു നാളായി കാണും നീ ഒന്ന് സന്തോഷിച്ചിട്ട്, നീ കുറച്ചു നാളായി കാണും നീ ഒന്ന് സംസാരിച്ചിട്ട്,
മറ്റുള്ളവരോട് പോലും സംസാരിക്കുവാൻ പോലും പറ്റാതെ ഹൃദയത്തിൽ ചില നിരാശകൾ ഇട്ടുകൊണ്ട് പിശാചായ നിന്റെ സന്തോഷത്തെ അപഹരിച്ചു കൊണ്ടുപോയെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, നിന്റെ ആ സന്തോഷം മടങ്ങി വരട്ടെ, നിന്റെ ആ ആനന്ദം മടങ്ങി വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ സംസാരിച്ചിട്ട് ദിവസങ്ങളായി കാണും. നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിച്ച് കാണത്തില്ല, നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിച്ച് നടന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ വലിയൊരു ഭാരം എടുത്തു വെച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഏതൊക്കെയോ കുടുംബങ്ങളോട് ദൂത് വിളിച്ചു പറയുന്നു, ഇന്ന് പകൽക്കാലം നസ്രയനായ യേശു ക്രിസ്തു നിങ്ങളുടെ ആ ഭാരത്തെ ദൈവം മാറ്റാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കാരണമെന്ന് ചോദിച്ചാൽ യെശയ്യാവ്, എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പാടില്ല, നമുക്ക് ആനന്ദിക്കാൻ പാടില്ല. അതൊക്കെ ചുമ്മാതാ. കാരണമെന്ന് ചോദിച്ചാൽ അബിയാക്കൂറിന്റെ നിയമപ്രകാരം അവനൊരു സെക്കരിയാവിന്റെ അടുത്ത് ദൂതൻ വന്ന് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നിനക്കൊരു മകനെ ജനിക്കും, അവൻ കാരണം നിങ്ങൾക്ക് ആനന്ദവും സന്തോഷവും നിന്റെ ജീവിതത്തിൽ വരും. അല്ലെ? അബിയാക്കൂറിന്റെ ക്രമപ്രകാരം അവന് യോഹന്നാൻ എന്ന് പേരാണ്. അവന്റെ ജനനത്തിൽ നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാവും. പ്രിയ ദൈവമക്കളെ, ആരെങ്കിലും നീ ആനന്ദിക്കരുതെന്ന് പിശാച് നിന്നെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടെങ്കിൽ നീ സന്തോഷിക്കരുത്, നിന്നിൽ കൂടെ സന്തോഷ വാക്കുകൾ പുറപ്പെടരുത്, നീ സന്തോഷിക്കരുത്, നീ സമാധാനത്തോടെ നടക്കരുത്, സന്തോഷിച്ച് നടക്കരുതെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പിശാചിന്റെ പദ്ധതികളെ ഇന്ന് ഈ വൈകിട്ട് ആ സമയത്ത് ഞാൻ ആത്മാവിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഈ വചനം നിങ്ങളോട് പകർന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞത് ദൂതൻ, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന്റെ ജനനം കൊണ്ട് നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഏതവസ്ഥയായാലും, നിങ്ങളുടെ മരിച്ച അവസ്ഥയാണെങ്കിൽ പോലും, നിങ്ങൾ സന്തോഷിക്കാത്ത അവസ്ഥ, അതിനെല്ലാം മാറ്റി രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഈ യേശുവിന്റെ നാമത്തിന് പറ്റും. അവൻ ജയിച്ച നാമമാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുക്കണം. കർത്താവെ, എന്റെ സമയം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കും. എത്ര വലിയ ജോലി ഉണ്ടെങ്കിലും, എത്ര വലിയ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തും. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ മാറിപ്പോയാൽ പിന്നെ നമ്മൾ പിശാചിന്റെ അടിമത്വത്തിലോട്ടായിരിക്കും പോകുന്നത്. കാരണമെന്ന് ചോദിച്ചാൽ ദൈവം വൈകുന്നേരം ഏതേൻ തോട്ടത്തിൽ വരുമെന്ന് പിശാചിനറിയാം, ഇല്ലേ? പക്ഷെ ദൈവം വരുന്ന സമയത്ത് ഈ പിശാച് ഏതേൻ തോട്ടത്തിൽ വന്നോ? ഇല്ല. അതായത് ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ, ദൈവത്തിന്റെ പ്രസൻസ് ഇല്ലാതിരിക്കുന്ന സമയത്താണ് പരീക്ഷകൻ ഹവ്വയുടെ അടുത്ത് വന്നത്. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, വിവാഹം ചെയ്തവരോടാണ് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയുടെ സമയത്തല്ലാതെ നിങ്ങൾ ഭർത്താവിൽ നിന്ന് മാറിയിരിക്കരുത് എന്ന് പ്രബോധിപ്പിക്കുന്നുണ്ട്. കാരണം എന്ന് ചോദിച്ചാൽ ഇതൊരു ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മാറിയിരിക്കാൻ പാടില്ല. നമ്മൾ എത്ര ധൃതിയുള്ളവരാണെങ്കിലും, എത്ര പ്രാർത്ഥന, എത്ര ബിസി ആണെന്ന് പറഞ്ഞാലും നമ്മൾ ദൈവസന്നിധിയിൽ സമയങ്ങളെ ചെലവഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള പ്രതികൂലങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും അകപ്പെടുവാൻ ഇടയാകും. കാരണം ഈ നൈൽ എന്ന വിധവയെടുത്ത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, വിധവയെ നീ കരയണ്ട, ആ മഞ്ചത്തിൽ തൊട്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളുടെ പുറത്ത് ദൈവത്തിന്റെ കരം വ്യക്തമായി ചലിക്കപ്പെടുന്നു. ചില ഭവനങ്ങളുടെ മേൽ, ചില തലമുറകളുടെ മേൽ, ചില മരിച്ച വിഷയങ്ങളുടെ മേൽ, മരിച്ച് ഇനി ഒന്നും കാണുകയില്ലെന്ന് ലോകം പറഞ്ഞാലും നമ്മുടെ ദൈവത്തിന്റെ പേര് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്. ആ ദൈവത്തിന്റെ കരം നിങ്ങൾക്കും എനിക്കും വേണ്ടി ചലിക്കപ്പെടുമെന്ന് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് ദൂത് വിളിച്ചു പറയാനിടയായി. കാനാവിലെ കല്യാണത്തിന് അവർ പറയേണ്ടിയവന്റെ അടുത്താണ് പറഞ്ഞത്. യേശുവിന്റെ അമ്മയുടെ അടുത്ത് അവർ പറഞ്ഞപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു അവിടെ ഉണ്ടല്ലോ, അവനോട് ചെന്ന് പറയുക. അങ്ങനെയാണ് പറഞ്ഞത്. കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ വിഷയങ്ങളെ നമ്മൾ അവതരിപ്പിക്കേണ്ടത് ഒരിക്കലും ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങളെ നമ്മൾ അവതരിപ്പിക്കാൻ പോകരുത്. അവര് നിന്ദിക്കത്തേ ഉള്ളൂ, അവർ പരിഹസിക്കത്തേ ഉള്ളൂ. എന്നാൽ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടിയവന്റെ മുമ്പിലാ നീ വിഷയങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവന്റെ മുമ്പിൽ ആ വിഷയങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ആ കാനാവിലെ ആ പച്ചവെള്ളത്തെ പോലും വീഞ്ഞാക്കി തീർക്കുവാൻ അതിന്റെ പിന്നിൽ വ്യാപരിച്ചിരുന്ന ഒരു ശക്തിയുണ്ട്,
എക്സ്യൂസിയ എന്ന് പറയുന്ന ഒരു അധികാരമുണ്ട്. ആ അധികാരമാണ് യേശുവിൽ വ്യാപരിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സമസ്ത വിഷയങ്ങളുടെ മേലും ഈ അധികാരം, ഈ അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടുവാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിങ്ങളുടെ മരിച്ച വിഷയങ്ങളുടെ മേൽ, നിങ്ങളുടെ നാറ്റം വെച്ച വിഷയങ്ങളുടെ മേൽ, നിങ്ങളുടെ കൂട്ടുകാരും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരും കൂടി തള്ളിക്കൊണ്ട് പട്ടണത്തിന്റെ മുമ്പിലേക്ക് ഒരു പൊതുദർശനത്തിനായി കൊണ്ടുപോകുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് ചലിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ആ വിധവ പട്ടണത്തിന്റെ മധ്യയിൽ അവൾ ഒരു അപമാന വിഷയമായി മാറി. അവൾ കരയുവാനിടയായി. ആ ജനം, ഒരു കൂട്ടം ജനം അവരുടെ ആ ശബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ യേശു മനസ്സലിഞ്ഞിട്ട് പറഞ്ഞു, ബാലിക്കാര എഴുന്നേൽക്കുക. കൂടെ കരയുന്നവരുടെ കൂടെ കരയുന്ന ദൈവം മാത്രമല്ല, അതിന്റെ ഏറ്റവും വലിയ പരിഹാരം നമ്മുടെ കർത്താവിൽ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഏത് വിഷയമായാലും പരിഹരിക്കാൻ പറ്റിയത് കർത്താവിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ. കാരണം ഒരു വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിന് സകല അധികാരങ്ങളുമുണ്ട്, അവകാശവും അവനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന കാലത്തോളം ആ കളിമണ്ണിന്മേൽ അധികാരം കുശവനുണ്ട്. അവന് ഇഷ്ടമുള്ള രൂപത്തിൽ അതിനെ മെനഞ്ഞ് രൂപപ്പെടുത്താൻ പറ്റും. അവന്റെ കയ്യാൽ കേടായി പോയാൽ വേറൊരു പാനപാത്രമാക്കി മാറ്റും. ദൈവമക്കളെ, നമ്മൾ കണ്ണുകളെ അടയ്ക്കാം. എന്റെ സമയം ഏകദേശം അവസാനിക്കാറായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങൾ സന്തോഷിക്കരുതെന്ന് പിശാച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ദിവസങ്ങളിൽ, നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കുന്ന ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഏതൊക്കെയോ കുടുംബങ്ങളോട് എന്നോട് ആലോചന വിളിച്ചു വരാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടച്ചേ. നിങ്ങൾ ഇരിക്കുന്ന സന്നിധിയിൽ നിങ്ങൾ കണ്ണുകളെ അടച്ച് ദൈവത്തോട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമയങ്ങളെ അഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം എന്റെ മേൽ വെളിപ്പെടണേ. അങ്ങയുടെ വായിൽ നിന്ന് അധികാരമുള്ള ആ എക്സ്ക്യൂസിയ എന്ന് പറയുന്ന ആ അധികാരം എനിക്ക് വേണ്ടി പുറപ്പെടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, കാനാവിലെ കല്യാണത്തിൽ വ്യാപരിച്ചിരുന്ന അതേ ആ അധികാരം, ആ മരിച്ചുപോയ വിധവയുടെ മകനെ ഉയർപ്പിച്ച അധികാരം നിങ്ങൾക്ക് വേണ്ടിയും വ്യാപരിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവേ, ദൈവമേ, ഈ റോസ് ഫാമിലിയിൽ ഒരു പ്രാവശ്യം കൂടി ഈ ലൈവിലായിരിക്കുവാൻ ദൈവമായ കർത്താവ് അടിയന് തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. ഈ ശബ്ദത്തിൽ കേട്ട സകലർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കർത്താവെ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം ചലിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ ഒരു അസാധാരണമായ അധികാരം യേശു ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിശാച് ഞങ്ങൾ ആനന്ദിക്കരുത്, ഞങ്ങൾ സന്തോഷിക്കരുതെന്ന് പറയുമ്പോൾ, കർത്താവെ, ആ എലിശബത്ത്, ആ ദൈവമേ യോഹന്നാൻ, ദൈവമേ സ്തോത്ര, സെക്കരിയാവിന്റെ അടുത്ത് ദൂതൻ പറഞ്ഞ പോലെ അവന്റെ ജനനം മൂലം നിനക്ക് ആനന്ദവും ഉല്ലാസവും ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ചില അവസ്ഥകളുടെ മേൽ ദൈവത്തിന്റെ കരം സന്ദർശിച്ച് കർത്താവെ ഞങ്ങൾക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്ന ദിവസങ്ങൾ മുന്നിലുള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ഈ വചനം കേട്ട സകലരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എളിയ ദൈവദാസൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ തന്നെ ചെയ്തിരിക്കൊണ്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ലൈവിലൂടെ എന്നെ ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാ നല്ല കർത്തദാസന്മാർക്കും ദാസിമാർക്കും ലൈവിലുള്ള സകല ദൈവമക്കൾക്കും എന്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ വിനീതമായി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.